ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വർക്കാട്ടോ കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ അത്. നമ്മൾ ബ്ലാക്ക് കളർ തന്നെ കട്ട് ബീഡും ഷുഗർ ബീഡും വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണം നോക്കാം കേട്ടോ. ഈ ഒരു ബ്ലൂ കളർ തുണി കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഒരു റൗണ്ട് നെക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ റൗണ്ട് നെക്കിന് ചുറ്റും നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ബ്ലാക്ക് കളറ് കട്ട് ബീഡും ഷുഗർ ബീഡും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഈ ഒരു വർക്ക് ചെയ്യാൻ പോകണം കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ സൂചി കോർത്ത് വെച്ചിട്ടുണ്ട്, കെട്ടിട്ട് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഒരു ബ്ലാക്ക് കളർ ബീഡ് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അടുത്തൊരു ബീഡ് കയറ്റി കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും വർക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഒരു ഫ്ലവർ പോലെ കൊടുക്കുക കേട്ടോ. ഈ ഒരു നമ്മൾ കട്ട് ബീഡ് വെച്ച് ചെയ്തതിൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ ഷുഗർ ബീഡ് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. നമ്മൾ ഈ കട്ട് ബീഡ് ഇങ്ങനെ ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ തന്നെയായിട്ട് നമ്മൾ സൂചി ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് സൂചി കയറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ സൂചി കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു 8 ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്ലാക്ക് കളർ തന്നെ നമ്മളൊരു 8 എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സൂചി കയറ്റി കൊടുത്ത് തന്നെ നമ്മൾ ഇറക്കി കൊടുക്കണം കേട്ടോ. സൂചി കയറ്റി കൊടുത്ത് തന്നെ നമ്മൾ ഇറക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ റൗണ്ട് പോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു കട്ട് ബീഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊന്ന് ആക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനവിടെ ഉറപ്പിച്ച് കൊടുക്കാം. ഒരു 3 ഭാഗത്തു നിന്ന് നമുക്കൊന്ന് ഇതിനെ തുന്നി കൊടുക്കാം കേട്ടോ. അവിടെ തന്നെ ഉറപ്പിച്ചിട്ട്
അങ്ങനെ തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കട്ട് ബീഡിൻ്റെ ഉള്ളിലേക്ക് സൂചി കയറ്റി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ സൂചി അങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട്. 8 എണ്ണം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഷുഗർ ബീഡ് നമ്മൾ 8 എണ്ണം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൂചി കയറ്റി കൊടുത്ത് തന്നെ നമ്മൾ ആദ്യം ഇറക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു ചെറിയ റൗണ്ട് പോലെ കിട്ടും. നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിനെ അവിടെ തന്നെ ഉറപ്പിച്ച് കൊടുക്കുക. പിന്നെ അവിടെ തന്നെ ഉറപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത കട്ട് ബീഡിൻ്റെ ഉള്ളിലേക്ക് സൂചി കയറ്റി കൊടുക്കാം. 8 എണ്ണം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ കട്ട് ബീഡ് വെച്ചിട്ടും ഷുഗർ ബീഡ് വെച്ചിട്ടുള്ള ഈ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് സീക്വൻസുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഈ സീക്വൻസുകൾ വെച്ചിട്ട് നമ്മൾ ഇടയിൽ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കട്ട് ബീഡ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിനി ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഈ ഒരു സീക്വൻസ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്യാപ്പുകളൊക്കെ നമ്മൾ ഈ ഒരു സീക്വൻസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഗ്യാപ്പിലും നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സീക്വൻസ് വർക്ക് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ സൂചി ഇവിടെ കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. സൂചീൻ്റെ നടുവിലായിട്ട് നമ്മൾ കയറ്റി കൊടുത്തു. 2 കട്ട് ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ബ്ലാക്ക് കളർ കട്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സീക്വൻസിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിനൊരു ഹോളുണ്ട്, ഒരൊറ്റ ഹോളുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് ഇതിലിട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ. ഒന്നിങ്ങനെ 2 ബീഡിനുള്ളൊരു ഗ്യാപ്പ് നീക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കേട്ടോ വരുന്നത്. ഇനി അടുത്ത ഗ്യാപ്പിലേക്ക് നമ്മൾ സൂചി കൊണ്ടുപോകാം. അടുത്ത ഗ്യാപ്പിൽ നമ്മൾ സൂചി കയറ്റിയിട്ടുണ്ട്. 2 കട്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കട്ട് ബീഡ് ഇട്ട് കൊടുത്തു. ഇനി ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സീക്വൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കുത്തി ഇറക്കി കൊടുക്കാം. ഇവിടെ ഇറക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ഫ്ലവർ നമ്മൾ കൊടുത്തതിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ നീക്കിയിട്ട് കുത്തി ഇറക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു നടുവിൽ നിന്ന് നമ്മൾ സൂചി ഇവിടെയാണ് കയറ്റുന്നത്. കുറച്ചിങ്ങോട്ട് നീക്കിയിട്ടാട്ടോ നമ്മൾ സൂചി ഇറക്കി കൊടുക്കുന്നത്. സൂചി ഇങ്ങനെ ഇവിടെ ഇറക്കി കൊടുത്തു കേട്ടോ. ഇനി അടുത്ത ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്. കേട്ടോ. ഈ നടുവിൽ ഈ അരുവ് തന്നെയായിട്ട് നമ്മൾ സൂചി കയറ്റി കൊടുക്കുക. 2 കട്ട് ബീഡും ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മളെല്ലാം ബ്ലാക്ക് തന്നെയാട്ടോ എടുത്തേക്കുന്നത്. കട്ട് ബീഡായാലും ഷുഗർ ബീഡ് സീക്വൻസ് എല്ലാം നമ്മൾ ബ്ലാക്ക് കളർ തന്നെയാട്ടോ എടുത്തേക്കുന്നത്. ഇനി അടുത്തൊരു വർക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.